നീ ഉറച്ചൊരു ഉത്തരം പറയണം. നിനക്ക് നിന്റെ അച്ഛനെ വേണോ അതോ രാജുവിനെ വേണോ? നീ എന്റെ കുടുംബം തകർക്കല്ലേ? എടാ, എന്റെ ആങ്ങളുടെ നേരെ കൈ വാങ്ങുമല്ലേ നീ? നിന്നെ ഞാൻ എടി ഓടങ്ങോട്ട് എന്റെ കയ്യിൽ വിടാനാ പറഞ്ഞത്. മോനെ പ്രതാപ, നിന്റെ അച്ഛൻ എന്താ ചെയ്തോളെ? മിണ്ടരുത് നീ. മോളെ നിന്റെ അച്ഛൻ എന്താ ചെയ്തേ? പറ, എന്താ ചെയ്തെന്ന്? എന്റെ അച്ഛൻ എന്താ ചെയ്തെന്ന്? മോളെ, രാജു അറിയാതെയല്ലേ? മിണ്ടരുതാരും. എന്റെ അച്ഛനെ തൊട്ട അമ്മയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ക്ഷമിക്കില്ല. മോളെ, എന്റെ അച്ഛനെ ചെരുപ്പിനെറിയാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ വന്നു? മോളെ, അതവ മനഃപൂർവ്വം ചെയ്തതല്ലോ. നിങ്ങൾ ഇവന്റെ അമ്മയല്ലേ? നിങ്ങൾ അങ്ങനെ പറയൂ. മോളെ ഋതു, നീ പറയുന്നത് കേക്ക്. ചെറിയ വയസ്സിൽ ഇടപെടരുത്. എന്റെ അച്ഛനെ ചെരുപ്പിനെറിഞ്ഞവൻ ആരായാലും ഞാൻ അവനെ വെറുതെ വിടില്ല. അതൊരിക്കലും മനഃപൂർവ്വം അല്ല. എനിക്കറിയാതെ പറ്റിപ്പോയതാ. എല്ലാം നിനക്ക് അറിയാതെ ആണല്ലോ പറ്റുന്നത്. അങ്ങനെയല്ല. കോളേജ് കാലം മുതലുള്ള പ്രേമവും കാമുകി. ഇന്നത്തെ ദിവസം ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കി. ഒടുവിൽ എന്റെ അച്ഛനെ ചെരുപ്പിനെറിഞ്ഞു. എന്റെ അച്ഛനോട് മാപ്പ് ചോദിക്കേ. മാപ്പ് ചോദിക്കാതെ നിന്നെ ഞാൻ വിടില്ല. ഞാൻ എന്റെ ഹൃദയത്തില് കൊണ്ടു നടക്കുന്ന ദൈവ വർമ്മ സാറ്. ഞാൻ സാറിനോട് തെറ്റ് ചെയ്തിട്ടില്ല. എങ്കിലും ഞാൻ മാപ്പ് ചോദിക്കാം. വേണ്ട. അർത്ഥശൂന്യമായ ഒരു വാക്കായി സ്നേഹം. എനിക്കെല്ലാം മനസ്സിലായി. അന്നം തന്ന കൈക്ക് എന്നെ കടിയിട്ടില്ലോ. സന്തോഷം. പ്രതാപ, നീ എവിടെ നിക്ക്. ഇപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഇതേ സഹി കെട്ടു.
ഇങ്ങോട്ട് വാടി. ഞാനും എന്റെ ആങ്ങളെയാണല്ലോ നിങ്ങളുടെ ശത്രുക്കള്. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ ജീവിക്കുന്നില്ല. നിങ്ങളെ കുടുംബസമേതം ഇവിടെ ജീവിച്ചോ. ഞാനും പ്രതാപനും ഇവിടുന്ന് ഇറങ്ങാം. സർ, പോ മോനെ. ഈ വൃത്തികെട്ടവൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ എങ്ങോട്ടെങ്കിലും പോവാന്നോ. ചേച്ചിയുടെ നിർബന്ധത്തിനാ ഞാൻ ഇവിടെ നിന്നത്. ഇവിടെ ജീവിക്കുന്നത് എന്തായാലും അപമാനാ. നമുക്ക് പോവാൻ ചേച്ചി. സർ, സർ, അച്ഛാ പോരുത്. മാറ്. ഇത് നിന്റെ വീടല്ലേ. ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ ഇറങ്ങാം. വായിച്ചേ. അച്ഛാ അച്ഛൻ ഇവിടുന്ന് പോരുത്. അച്ഛൻ ഇവിടുന്ന് പോയാ ഞാൻ ചാകും അച്ഛ. ഋതു, ഇത് നീ പറയൂന്ന് എനിക്കറിയാം. അതല്ലേ ഞാൻ പ്ലാൻ ഒരുക്കിയത്. ഇത് തന്നെ അവസരം. ശരി, ഞാനിപ്പോ ഒരു തീരുമാനം പറയാം. അതിന് നീ ഉറച്ചൊരു ഉത്തരം പറയണം. നിനക്ക് നിന്റെ അച്ഛനെ വേണോ അതോ രാജുവിനെ വേണോ? ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ അച്ഛനെ വേണോ അതോ ഭർത്താവിനെ വേണോന്ന്? അതെന്താ ചോദ്യം? എന്റെ മകൾക്ക് അവര് രണ്ടുപേരും വേണം. എന്റെ ചോദ്യേ നിന്നോടല്ല, ഇവളോടാ. പത്മയ്ക്ക് സ്വത്തുക്കളുണ്ട്, പക്ഷെ ഭർത്താവില്ല. എന്റെ കാര്യമൊക്കെ നീ അന്വേഷിക്കുന്ന എന്തിനാ? ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറയണം. അത് പ്രതാപൻ അറിയണം. മോനെ, നിനക്കറിയാമോ, നീ കാണുന്ന മനക്കലെ പെണ്ണല്ല സിസ്റ്റർ പവിത്ര. പിന്നെ ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? സിസ്റ്റർ പവിത്ര എന്ന പേരിലെ ഒരു സ്ത്രീ ഇല്ല. അതെ, ദൈവളുണ്ടാക്കിയൊരു കള്ള പേരാ. നീ രോഗിയായി കിടന്നപ്പോഴേ സിസ്റ്റർ പവിത്ര എന്ന പേരില് ഇവിടേക്ക് കടന്നുകൂടിയതേ ദേ ഇവളാ, ഈ പത്മ. പിന്നെ ഇവള് ചെയ്തതെന്താന്നറിയാലോ? സംയുക്ത എന്നൊരു സ്ത്രീയെ സിസ്റ്റർ പവിത്രയായി നിനക്ക് പരിചയപ്പെടുത്തി. അയ്യോ അല്ല സാറേ. ഇത് എന്തൊക്കെ ചതികളാ ചേച്ചി ഞാനീ കേൾക്കുന്നേ? നീയേ ബാക്കിയൂടി കേൾക്ക്. ആ സ്ത്രീയെ കൊണ്ട് നിന്നെ പ്രണയിപ്പിക്കാനും അങ്ങനെ കല്യാണം കഴിപ്പിക്കാനേ ഒരു ശ്രമവും നടത്തി.